ജനങ്ങളുടെയും LDFിന്റെയും വിശ്വാസ്യത കാത്തുസൂക്ഷിച്ച് നൂതന ആശയങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ചുമതലയേറ്റ വി പ്രിയദർശിനി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് മുഖവരായി പറഞ്ഞതുപോലെ തന്നെ തുടർച്ചയായി LDFിന്റെ ഭരണമുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. ഇത്തവണയും LDF അത് നിലനിർത്തി. ഈ ഉത്തരവാദിത്തത്തെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയദർശിനി കാണുന്നത്? തീർച്ചയായും ഇതൊരു വലിയ ചുമതലയാണ്. സഖാവ് ആനാവൂർ നാഗപ്പനടക്കം ഭരണസാരഥ്യത്തിലേറിയ ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് അതിൻ്റെ ഒരു ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പാർട്ടി അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ, ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ അത് ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രിയദർശനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായിരുന്നു, തൊട്ട് മുൻപുള്ള ഭരണസമിതിയിൽ അംഗമായിരുന്നു. ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്, CPMൻ്റെ വർക്കല ഏരിയ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ പരിചയസമ്പത്തുള്ള ഒരാളിനെ തന്നെ ചുമതല LDF ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ജില്ലാ പഞ്ചായത്താണ്. തുടർച്ചയായി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് തൊട്ട് മുൻപുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേടാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അതിന് കണക്കാക്കിയുള്ള മുൻകരുതൽ, മുൻകൂട്ടിയുള്ള പ്ലാന്, പദ്ധതികളൊക്കെ കൈവശമുണ്ടോ പ്രിയദർശിനിയുടെ കൈവശം? തീർച്ചയായും കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം ജില്ലാ ആസൂത്രണ സമിതിയുടെ കൂടി അംഗമാകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കുറച്ച് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോവുക, ഒരു തുടർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് പോയിട്ടുണ്ട്. ആ പദ്ധതികളെ ഈ വരുന്ന 3 മാസക്കാലം തുടർന്ന് വന്നിരിക്കുന്ന പദ്ധതികളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. അതിനുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂതനമായ ആശയങ്ങൾ വിദഗ്ധരുമായും കൂടെയുള്ള ജനപ്രതിനിധികളുമായും കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും നൂതന ആശയങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകുന്നത് ചെയ്യും. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലയിലാകെയുള്ള പദ്ധതികളെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഉദാഹരണം, നമ്മുടെ സ്കൂളുകൾക്കായി ഒരു പ്രോജക്റ്റ് വെച്ചാൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കുമായിട്ടുള്ള പദ്ധതികളായിരിക്കും. അത്തരത്തിൽ അതൊരു ഉദാഹരണമായി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉറപ്പായും ഒരു കക്ഷി രാഷ്ട്രീയവും നോക്കാതെ തന്നെ ജില്ലയിലെ ആകെ സമഗ്ര വികസനം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. എല്ലാവിധ ആശംസകളും ഭംഗിയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന ആശംസയാണ് നേരുന്നത്. തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ വി പ്രിയദർശിനിയാണ് കൈരളി ന്യൂസിനോട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.